ദുഃഖവെള്ളി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 42 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളി. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി കാൽവരി കുരിശിൽ സ്വയം യാഗാർപ്പണം നടത്തിയതിൻ്റെ ഓർമ്മ. മനുഷ്യരക്ഷാചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്രൂരതയും നിഷ്കളങ്ക മനുഷ്യൻ അതിന് ഇരയാകുന്നതുമാണ് ദുഃഖവെള്ളിയുടെ പ്രധാന പ്രമേയങ്ങൾ. ദുഃഖവെള്ളി ആണ്ടുതോറുമുള്ള നമ്മുടെ വെറുമൊരു ആചരണം മാത്രമാകരുത്, മറിച്ച് അനുദിന ജീവിതത്തിലെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്തു നേടേണ്ട ഒരു ദിവസം കൂടിയാകണം. സഹനത്തിലൂടെയാണ് ഈശോ രക്ഷ യാഥാർത്ഥ്യമാക്കിയത്. ഈശോയുടെ സഹനത്തെ നീതിമാൻ്റെ സഹനമെന്നാണ് നാം വിശേഷിപ്പിക്കുക. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നിരപരാധിയായ അവിടുന്ന് സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ, തിക്താനുഭവങ്ങളെ നാം എങ്ങനെ സ്വീകരിക്കുന്നു? തൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ പിതാവിൻ്റെ ഹിതം, അവിടുത്തെ സാന്നിധ്യം ഈശോ തിരിച്ചറിഞ്ഞിരുന്നു. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നീ തിരുവചനങ്ങളിൽ അതാണ് നാം കാണുക. സഹനങ്ങളിൽ നാം തനിച്ചല്ല, നമുക്ക് ശക്തി പകരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ സഹനങ്ങളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ സഹനങ്ങൾക്ക് രക്ഷാകരമായ ഒരു മൂല്യമുണ്ട്. സഹനത്തിലും നാം പ്രത്യാശ കൈവെടിയരുത്. ഈശോ കുരിശിലൂടെയാണല്ലോ മനുഷ്യരക്ഷ സാധിച്ചത്. സഹനവും കുരിശും അതിൽ തന്നെ ഒരു അവസാനമല്ല, ഒരു പുതുജീവൻ്റെ ആരംഭമാണ്. ഈശോ പറയുന്ന പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് പുതിയ ഗോതമ്പ് ചെടിക്ക് കാരണമാകും, ധാരാളം ഫലം പുറപ്പെടുവിക്കും. അതാണ് മരണശേഷമുള്ള ഈശോയുടെ ഉയർപ്പ്. നമ്മുടെ സഹനങ്ങൾ പുതിയ ഉയർപ്പിനുള്ള കാരണമാണ്. അതുകൊണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരിടമാണ് കാൽവരി. ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറയലും ഒഴിഞ്ഞുമാറലും ആക്രോശിക്കലുമെല്ലാം നിറഞ്ഞതായിരുന്നു ആ ദുഃഖവെള്ളി. നമ്മുടെയും അനുദിന ജീവിതത്തിലും ഇതുപോലുള്ള ദുഃഖവെള്ളി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. അപ്പോഴെല്ലാം ഈശോയെപ്പോലെ നിശബ്ദമായി എല്ലാം ഏറ്റെടുക്കാൻ നമുക്കും സാധിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം നാമും സ്വന്തമാക്കും. നല്ല കള്ളനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ. ക്രൂശിതനായ ഈശോയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.